അപ്പോൾ ഇതിൽ ഇലക്ട്രിക് സർക്യൂട്ട്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക് ക്വാണ്ടിറ്റീസ്, അതുപോലെ തന്നെ കറണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റെസിസ്റ്റൻസ്, മെയിനായിട്ട് ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ ആണ് ചോദിക്കുക. പിന്നെ ഓംസ് ലോ എന്താ, ഓമിക് കണ്ടക്ടേഴ്സ് എന്താ, നോൺ ഓമിക് കണ്ടക്ടേഴ്സ്, അതുപോലെ പൊട്ടൻഷ്യൽ ഡിവൈഡേഴ്സ്, EMF എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന പല സ്ഥലങ്ങളിലും വോൾട്ടേജും EMF ഒക്കെ വരുമ്പം EMF എന്ന് പറഞ്ഞാലും കൈൻഡ് ഓഫ് വോൾട്ടേജ് തന്നെയാണ് കേട്ടോ. ഓക്കെ. പിന്നെ സെല്ലുകളുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് തെർമിസ്റ്റേഴ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് കൂടെ ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു 5 സെക്കൻഡ്സ് ടൈമിൽ ഇതിൻ്റെ അകത്ത് കൂടെ ഒരു 5 സെക്കൻഡ്സ് ടൈം നമ്മൾ കൺസിഡർ ചെയ്യാം. ആ ടൈമിൽ ഈ കണ്ടക്ടറിൻ്റെ അകത്ത് കൂടെ എത്ര ചാർജ് ഫ്ലോ ചെയ്തു എന്നുള്ളതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. സോ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് പാർട്ടിക്കിൾസിനാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും എവിടെയും ഈ വേർഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷനിൽ ഒരു ഡിവൈഡഡ് ബൈ ടൈം ഉണ്ടാവും. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ എഴുതുമ്പം അവിടെ ഡിവൈഡഡ് ബൈ ടൈം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മളെ ഡെഫിനിഷനിൽ ചാർജ് ബൈ ടൈം എന്ന് പറയുന്നതിന് പകരം ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജാണ്. അപ്പോൾ ചാർജ് ബൈ ടൈം എന്ന് പറയുന്നതിന് പകരം റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ. ഇനി ക്യൂ ചാർജ് ആണെന്ന് പറഞ്ഞു, ടി ടൈമാണ്, ഐ കറണ്ടാണ്. അടുത്തത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ടു മൂവ് എ ചാർജ്. അതായത് ഇമാജിൻ ചെയ്യുക, ഇതൊരു കണ്ടക്ടർ. ഈ എൻഡിലുള്ളൊരു ചാർജിനെ ഈ എൻഡിലേക്ക് ഞാൻ പുഷ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഞാൻ അവിടെ ഈ ചാർജിൻ്റെ മേലെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. സോ മൂവിങ് ചാർജ് ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ വി ആർ ഡൂയിങ് എ വർക്ക് ഓൺ ദ ചാർജ്. അപ്പോൾ അതാണ് വർക്ക് ഡൺ ഓൺ ദ ചാർജ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ഡെഫിനേഷൻ എഴുതാം. വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എനർജി ട്രാൻസ്ഫേർഡ് പെർ യൂണിറ്റ് ചാർജ്. W/Q എന്നും എഴുതാം, E/Q എന്നും എഴുതാം. കാരണം വർക്കും ജൂളിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എനർജിയും ജൂളിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എനർജി ട്രാൻസ്ഫേർഡ് പെർ യൂണിറ്റ് ചാർജ് എന്നും പറയാം, അല്ലെങ്കിൽ വർക്ക് ഡൺ ഓൺ യൂണിറ്റ് ചാർജ് എന്നും പറയാം. ഓക്കെ. സോ ഒരു പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നത്. ഈ ഡെഫിനിഷൻസ് അതുപോലെ പഠിച്ചു വെക്കുക. കാരണം ചിലപ്പം MCQയിൽ ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഏതാ ഡെഫിനിഷൻസ് എന്നുള്ളത് എന്താ കൺഫ്യൂസ്ഡ് ആയിപ്പോയത്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓംസ് ലോ ആണ്. ഓംസ് ലോ എന്ന് പറയുന്നത് സെയിം സംഭവം തന്നെ. കറണ്ട് എപ്പോഴും വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പം നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. യൂഷ്വലി നമ്മളങ്ങനെയല്ലേ ഒരു ഇക്വേഷൻ എഴുതുക. ഇപ്പം V പ്രൊപ്പോർഷണൽ ടു I ആണെങ്കിൽ V പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ ഞാൻ അവിടെ ഒരു കോൺസ്റ്റൻറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, I അവിടെ തന്നെ ഉണ്ട്. ഈ കോൺസ്റ്റൻ്റ് ആണ് ആര് ഇവിടുത്തെ റെസിസ്റ്റൻസ്. ഓക്കെ. സോ ആദ്യം ഓംസ് ലോയുടെ ഡെഫിനിഷൻ പറയാം. കറണ്ട് പാസിംഗ് ത്രൂ എ കമ്പോണൻറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. കറണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആൻഡ് എന്താ ഇവിടെ വേറെ കണ്ടീഷൻ കൂടെ പറയുന്നത്, പ്രൊവൈഡഡ് ദാറ്റ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓംസ് ലോ ഒരു കണ്ടക്ടറിൽ ഓംസ് ലോ ഒബേ ചെയ്യണമെങ്കിൽ ഇതൊരു കണ്ടക്ടറാണെന്ന് വിചാരിച്ചോ, ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും ഇതിൻ്റെ രണ്ട് എൻഡിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് വോൾട്ടേജും ഇതിൽ പോകുന്ന കറണ്ടും രണ്ടുപേരും എന്താണെന്നാണ് പറയുന്നത്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. വോൾട്ടേജ് കൂടുമ്പം കറണ്ട് കൂടും, വോൾട്ടേജ് കുറയുമ്പം കറണ്ട് കുറയും, അങ്ങനെയാണ് അവർ പറയുന്നത്. ഓക്കെ. അപ്പം ഈ സംഭവം നടക്കണമെങ്കിൽ ഓംസ് ലോൻ്റെ ഈ വോൾട്ടേജും കറണ്ടും പ്രൊപ്പോർഷണൽ ആവണമെങ്കിൽ ടെമ്പറേച്ചർ അവിടെ എന്തായിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതെപ്പോഴും നമ്മുടെ ഡെഫിനിഷൻ എഴുതുമ്പം ഇത് എഴുതണം, അത് മാൻഡേറ്ററി ആണ്. ചില കേസിൽ പറയും ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നുണ്ട്, അപ്പോൾ ഓംസ് ലോ അവിടെ ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നോ. കാരണം ടെമ്പറേച്ചർ വാരിയിങ് കണ്ടീഷനിൽ ഒരിക്കലും ഒരു കണ്ടക്ടർ ഓംസ് ലോ ഒബേ ചെയ്യില്ല. ഓക്കെ. ഇനി പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് ഇവിടെ, ഓക്കെ, ഇത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, റെസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുക, ഒപ്പോസ് ചെയ്യുക അല്ലേ. വരുന്ന ഇപ്പോൾ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ ഇവിടെ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നതിനെയാണ് എന്ത്, ഇയാളായിരിക്കും ഇവിടുത്തെ റെസിസ്റ്റൻസ്. സോ ഫ്ലോ ഓഫ് കറണ്ടിനെ ബ്ലോക്ക് ചെയ്യുന്ന, ഒപ്പോസ് ചെയ്യുന്നതിനാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോ ആണ്. അതായത് ഒരു ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ടും അവിടുന്ന് ലീവ് ചെയ്യുന്ന കറണ്ടും എന്തായിരിക്കും, ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ജംഗ്ഷൻ എന്ന് വിചാരിച്ചോ. ഈ ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ടുകൾ ആരൊക്കെയാണ്, 6 ആംപിയർ ആണ് ഇവിടെ എൻ്റർ ചെയ്യുന്ന കറണ്ട്. ഓക്കെ.
സോ ലീവ് ചെയ്യുന്ന കറണ്ട് ആരൊക്കെ? പുറത്തേക്ക് പോകുന്നത്. ഇത് ജംഗ്ഷനിലേക്ക് കയറി വരിക ചെയ്യുന്നത്. ഇത് ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന രണ്ട് കറണ്ടാണ് 2ഉം 4ഉം. ഇപ്പോൾ 2 ആൾക്കാർ ആഡ് ചെയ്താൽ നമുക്ക് 6 കിട്ടും. എൻ്റർ ചെയ്യുന്ന കറണ്ടും 6 ആംപിയർ തന്നെ. സോ ഇവർ പറയുന്നത് സം ഓഫ് കറണ്ട്സ് എൻട്രിങ്ങും സം ഓഫ് കറണ്ട് ലീവിങ് ടു ആ ജംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതെന്താ വെച്ചാൽ ദിസ് ഇസ് ബിക്കോസ് ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ചിലപ്പം ഒരു 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഉമ്മ ഞാൻ ക്ലാസ്സിലാ, വിളിച്ചോണ്ടിരിക്കല്ല. ചിലപ്പോൾ ഒരു 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് വാട്ട്? കൺസർവേഷൻ ഓഫ് ചാർജ്. അപ്പോൾ എത്ര ആൾക്കാർ അകത്ത് കയറിയോ അത്ര ആൾക്കാർ പുറത്ത് പോയിരിക്കണം. ദാറ്റ് ഈസ് എ മാൻഡേറ്ററി കണ്ടീഷൻ. ഇതാണ് കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോ. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ വരച്ച് കാണിച്ചിട്ടുണ്ട്. 5 ആംപിയർ കറണ്ട് ഇങ്ങനെ എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ഈ പോയിന്റിൽ വെച്ചിട്ട് കറണ്ട് എന്താവും? ഡിവൈഡ് ചെയ്യും. എത്ര ഡിവൈഡ് ചെയ്തു എന്നുള്ളത് പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയതാണ്. അപ്പോൾ ഇവിടെ ഒരു 2 ഓം റെസിസ്റ്ററും 8 ഓം റെസിസ്റ്ററും. 2 ഓം റെസിസ്റ്ററോ 8 ഓം റെസിസ്റ്ററോ കൂടുതലായിട്ട് കറണ്ടിനെ ബ്ലോക്ക് ചെയ്യുക. ഒബ്വിയസ്ലി ഇയാളായിരിക്കും, റെസിസ്റ്റൻസ് കൂടുതലുള്ള ആളായിരിക്കും കറണ്ടിനെ മാക്സിമം ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ ഇതിലേ പോകുന്ന കറണ്ട് കുറച്ചായിരിക്കും. ഇത് ഞാൻ വെറും ഒരു എക്സാമ്പിൾ എഴുതിയതാണ്. അപ്പോൾ ഇതിലൊരു 1.5 ആംപിയർ, ഈ 5ലുള്ള ടോട്ടൽ 5ൻ്റെ 1.5 ആംപിയർ മാത്രമായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. ബാക്കി റിമൈനിങ് 3.5ഉം 1.5ഉം ആഡ് ചെയ്താൽ നമുക്ക് എത്ര വരും? 5 വരും അല്ലേ? ഈ ടോട്ടൽ 5ന്ന് 2 റെസിസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് കുറച്ച് കറണ്ട് ഇതിലേ പോകും. 2 ഓം അത്ര റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാത്തതുകൊണ്ട് കുറച്ച് കൂടുതൽ കറണ്ട് ഇതിലേ പോകും. അപ്പോൾ പക്ഷേ ജംഗ്ഷൻ ലീവ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പോയിന്റിലേക്ക് എത്തുമ്പോഴേക്ക് എന്താ ചെയ്യുന്നത്? നോക്കിക്കേ, ഇവിടെ ഈ പറഞ്ഞ നമ്മൾ 2 റെസിസ്റ്റർ കാരണമാണ് കറണ്ട് സ്പ്ലിറ്റ് ആയത്. ഈ പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ഈ 3.5ഉം 1.5ഉം ജോയിൻ ആയിട്ട് 5 ആംപിയർ തന്നെ. സോ എൻ്റർ ചെയ്യുന്ന കറണ്ട് തന്നെ ആയിരിക്കണം എപ്പോഴും ഒരു സർക്യൂട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. മോർ കറണ്ട് ഫ്ലോസ് ത്രൂ ദ ബ്രാഞ്ച് വിത്ത് ലോവർ റെസിസ്റ്റൻസ്. ലോവർ റെസിസ്റ്റൻസ് ഇവിടെ 2 ആണ്. അപ്പോൾ കൂടുതൽ കറണ്ട് പോവുക, കാരണം റെസിസ്റ്റൻസ് കുറവെന്ന് പറഞ്ഞാൽ കറണ്ടിനെ ബ്ലോക്ക് ചെയ്യുന്നതും കുറവാകും. അപ്പോൾ കൂടുതൽ കറണ്ട് ഇതിലായിരിക്കും പോവുക. സോ ടോട്ടൽ കറണ്ട് നമ്മൾ പറഞ്ഞു എൻ്റർ ചെയ്യുന്നത് ടോട്ടൽ കറണ്ട് ലീവ് ചെയ്യുന്നതും ഈക്വൽ ആയിരിക്കണം. ഇതിൻ്റെ റീസൺ എന്താണ്? കൺസർവേഷൻ ഓഫ് ചാർജ് ആണെന്ന് നമ്മൾ പറഞ്ഞു. കാരണം ചാർജ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ചാർജിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. അതാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. പിന്നെ ഇതെന്താ? ഓക്കെ, നോട്ടായിട്ട് എഴുതുക അല്ലേ. ബാറ്ററി ആണ് സാധാരണ എനർജി കൊടുക്കുക. കമ്പോണൻസ് ആ എനർജി യൂസ് ചെയ്യും. ടോട്ടൽ എനർജി ഗിവൺ വിൽ ബി ടോട്ടൽ എനർജി യൂസ്ഡ്. ഒന്നുമില്ല. അതിപ്പോൾ നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ ഒരു സർക്യൂട്ട്, ഈ സർക്യൂട്ടിൽ ഞാനിപ്പോൾ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ. ഈ ബാറ്ററി ഇവിടെ നിന്നായിരിക്കും എന്ത് ആവശ്യമുള്ള എനർജി കിട്ടുക. ബാറ്ററി ആണല്ലോ എനർജി കൊടുക്കുന്നത്. ബാറ്ററിയിൽ നിന്ന് എനർജി കിട്ടുമ്പം കമ്പോണൻസ് അത് യൂസ് ചെയ്യും. ഇപ്പം ഒരു മിനിറ്റ്, കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ, ഇതൊരു കമ്പോണൻറ്റ്, ഇതൊരു റെസിസ്റ്റർ. ഈ 2 കമ്പോണൻസും കൂടെ ഞാൻ ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ഈ മേലത്തെ ഫിഗർ കാണിച്ചു തരാം. ഈ ഫിഗർ തന്നെ ഇവിടെ ഞാനിപ്പോൾ ഒരു ബാറ്ററി കണക്ട് ചെയ്തു എന്ന് വെച്ചാൽ ഈ ബാറ്ററിയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടും. അത് ഓരോ കമ്പോണൻറ്റും യൂസ് ചെയ്യും. അതേ നമ്മളിവിടെ എഴുതിയിട്ടുള്ളൂ. ബാറ്ററിയിൽ നിന്ന് എനർജി കിട്ടി, അത് ഓരോ കമ്പോണൻസ് യൂസ് ചെയ്തു. പിന്നെ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി ഗിവൺ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ എനർജി യൂസ്ഡ്. ഇനി ഇതിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇത് 12 വോൾട്ട് ബാറ്ററി. ഇത് 12 വോൾട്ട് ബാറ്ററി. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് ഈ 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് അതേ 12 വോൾട്ട് തന്നെ റിസീവ് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ അകത്ത് 2 കമ്പോണൻസ് ഉണ്ട്, 2 ബൾബ്. 2 കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, 2 ബൾബ്. അപ്പോൾ ഫസ്റ്റ് ബൾബ് ഇപ്പോൾ നമ്മൾ കൊടുത്ത 12 വോൾട്ടിൽ നിന്ന് ഒരു 5 വോൾട്ട് ഫസ്റ്റ് ബൾബ് യൂസ് ചെയ്താൽ ആ റിമൈനിങ് 7 വോൾട്ട്, 7 + 5 അല്ലേ 12. അപ്പോൾ റിമൈനിങ് 7 വോൾട്ട് സെക്കൻഡ് ബൾബായിരിക്കും യൂസ് ചെയ്യുക. അങ്ങനെ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ആ ടോട്ടൽ വോൾട്ടേജ് 2 ബൾബും യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എത്ര എനർജി നമ്മൾ കൊടുക്കുന്നോ അത്ര എനർജി യൂസ് ചെയ്യും. ഇതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതിൽ ചോദിക്കാറ് ചാൻസ് ഉള്ള, സാധാരണ ഒരു 2 മാർക്സ് 3 മാർക്സിലൊക്കെ ചോദിക്കുന്നത്, എക്സ്പ്ലെയിൻ ഹൗ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് എ കോൺസിക്വൻസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സംഭവം എന്താ മനസ്സിലാവില്ല. ഹൗ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ എന്താ മോളെ? വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇവർക്ക് കൊടുക്കുക. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ കൺസർവേഷൻ ഓഫ് എനർജിയും നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ,
നമ്മൾ നേരത്തെ പറഞ്ഞു ബാറ്ററി എന്ത് സപ്ലൈ ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നുണ്ട് ചാർജസിന്. ഇതൊരു കണ്ടക്ടറാണെന്ന് വിചാരിച്ചു. ഇതിലേക്ക് ഞാനൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാറ്ററിയിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്, എനർജി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നത് ആരാണ്, ബാറ്ററിയാണ്. അപ്പം ചാർജുകൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ചാർജുകൾ ഇങ്ങനെ റെഡിയായി നിൽക്കുക. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററി എന്ത് കൊടുക്കും, ചാർജുകൾക്ക് എനർജി കൊടുക്കും. അപ്പോഴാണ് ഈ ചാർജുകൾ എന്താവുക, മൂവ് ചെയ്യുക. സോ ഈ ഇലക്ട്രിക്കൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് മൂവ് ചെയ്യും ത്രൂ ദ കമ്പണൻസ്. കമ്പണൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ബൾബാണോ റെസിസ്റ്ററാണോ വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പോൾ ചാർജ് അതിലൂടെ മൂവ് ചെയ്യും. അങ്ങനെ ദേ ട്രാൻസ്ഫർ ദിസ് എനർജി ടു ദ അതർ ഫോംസ്. അപ്പം ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് ബാറ്ററി കൊടുക്കുന്നതെങ്കിലും ചാർജുകൾ ഈ എനർജി റിസീവ് ചെയ്തു ഈ പറഞ്ഞ കണ്ടക്ടറിനുള്ളിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം കുറച്ച് എനർജി ഹീറ്റായിട്ടും ലൈറ്റായിട്ടൊക്കെ എമിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ടോട്ടൽ എനർജി ദാറ്റ് സപ്ലൈഡ് ബൈ ദ ബാറ്ററി വിൽ ബി ഈക്വൽ ടു ടോട്ടൽ എനർജി ട്രാൻസ്ഫേർഡ് ബൈ ദ കമ്പോണൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ബാറ്ററി ഇതാണ്. ഇപ്പോൾ കമ്പോണൻറ്റ് ചിലപ്പോൾ ബൾബ് എടുത്തോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റെസിസ്റ്റർ എടുക്കുക എന്തെങ്കിലും. ഓക്കെ, ഇവിടുന്ന് കൊടുക്കുന്ന എനർജി പുറത്തേക്ക് അതേ എമൗണ്ട് ഓഫ് ഈക്വൽ ഓഫ് എനർജി ആയിട്ട് കമ്പോണൻസ് ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് പറയുന്നത്. സോ സം ഓഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് കമ്പോണൻസ് വിൽ ബി സം ഓഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് സം ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കമ്പോണൻസ് ഈക്വൽസ് EMF ഓഫ് ബാറ്ററി. ഈ പറഞ്ഞതിൻ്റെ മീനിങ് ഈ ഫിഗർ നോക്കിയാൽ കിട്ടും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് കമ്പോണൻസ് 5ഉം 7ഉം ഇതിൻ്റെ സമ്മ്, 5ഉം 7ൻ്റെയും സമ്മ്, ഈ പറഞ്ഞ കമ്പോണൻറ്റിൻ്റെ അടുത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് ഈക്വൽ ടു EMF ഓഫ് ബാറ്ററി. ഇതല്ലേ 12, ഇതാണ് EMF. ഇത് കമ്പോണൻസിൻ്റെ അടുത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ ഓരോ കമ്പോണൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ബാറ്ററീൻ്റെ EMF കിട്ടും. ഒന്നുകൂടെ പറയാം, കമ്പോണൻസ് എന്ന് പറയുന്നത് ഇവിടെ ബൾബുകളാണ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, കമ്പോണൻസിൻ്റെ അക്രോസിലുള്ള വോൾട്ടേജുകൾ ആഡ് ആക്കിയാൽ, സി ദിസ് ഇസ് 5 ആൻഡ് ദിസ് ഇസ് 7. ഇഫ് യു ആഡ് 5 ആൻഡ് 7 വാട്ട് യു വിൽ ഗെറ്റ് 12 അല്ലേ. അപ്പം കമ്പോണൻസിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജസ് നമ്മൾ ആഡ് ആക്കുന്ന സമയത്ത് നമുക്ക് ബാറ്ററീൻ്റെ EMF കിട്ടും. അതാണ് നമ്മൾ എത്ര കൊടുക്കുന്നോ അത്ര തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. സോ കൺസർവേഷൻ ഓഫ് എനർജിയും പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് എഴുതേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരു 3 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്സ് എന്തായാലും എക്സ്പെക്ട് ചെയ്തോ അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ടോട്ടൽ EMF കൊടുക്കുന്ന ഇൻപുട്ടിലുള്ള ടോട്ടൽ EMF എന്ന് പറഞ്ഞാൽ കമ്പോണൻസിൻ്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ സം ആയിരിക്കും. പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ളത് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസും റെസിസ്റ്റർ ഇൻ പാരലലും ആണ്. അപ്പം സീരീസിൽ നമ്മൾ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്താൽ അവിടെ കറണ്ട് ഈക്വൽ ആയിരിക്കും. അതായത് ഈ റെസിസ്റ്ററിൻ്റെ എക്രോസ് ഒരു 6 ആംപിയർ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നെങ്കിൽ ഇതിൻ്റെ എക്രോസും 6 ആംപിയർ ആയിരിക്കും, ഇതിൻ്റെ എക്രോസും 6 ആംപിയർ ആയിരിക്കും. ഓക്കെ, പക്ഷേ പാരലലിൽ കറണ്ട് സെയിം ആയിരിക്കില്ല. ആരായിരിക്കും സെയിം, വോൾട്ടേജ്. ഈ റെസിസ്റ്ററിൻ്റെ എക്രോസുള്ള വോൾട്ടേജ് 6 വോൾട്ട് ആണെങ്കിൽ റെസിസ്റ്റർ 2ലും 6 വോൾട്ട് ആയിരിക്കും, റെസിസ്റ്റർ 3ലും 6 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പം സീരീസിൽ കറണ്ട് ആയിരിക്കും സെയിം, റെസിസ്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ അവിടെ വോൾട്ടേജ് ആയിരിക്കും സെയിം. ഇനി ഇതിൻ്റെ ഡെറിവേഷൻ നിനക്ക് ചോദിക്കും. അപ്പോൾ നമുക്ക് സെയിം ആയിട്ടുള്ള ആര് കറണ്ടാണ്, കറണ്ടിനപ്പോൾ നമ്മൾ നെവർ മൈൻഡ് ആക്കിക്കോ. നമുക്കിവിടെ അപ്പോൾ ആരെയാണ് നോക്കേണ്ടത്, വോൾട്ടേജ് നോക്കാം. ഞാനിവിടെ 3 റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്തു. ഇവിടെ ഒരു വോൾട്ടേജ് V ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് എന്തായിരിക്കും, V1 ആയിരിക്കും. ഇതിൻ്റെ അക്രോസ് വോൾട്ടേജ് V2 ആയിരിക്കും. ഇതിൻ്റെ അക്രോസിലുള്ള വോൾട്ടേജ് V3 ആയിരിക്കും. പക്ഷേ കറണ്ട് ഇവിടെ ഞാൻ എല്ലാം I എന്ന് എഴുതി. ബിക്കോസ് നമ്മൾ പറഞ്ഞു കറണ്ട് സീരീസിൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് V1, V2, V3. കാരണം 3 റെസിസ്റ്റേഴ്സാണ്. ഇപ്പോൾ 4 റെസിസ്റ്റർ ഉണ്ടെങ്കിൽ V4. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഡെറിവേഷൻ ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ ഓംസ് ലോയിൽ നമുക്ക് V എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, IR. സോ ഇൻസ്റ്റെഡ് ഓഫ് V ടോട്ടൽ ഞാൻ എന്ത് കൊടുത്തു, IR കൊടുത്തു. V1 പകരം IR1 കൊടുത്തു. പിന്നെ V2 എന്ന് പറയുമ്പം ദിസ് ഇസ് V2 എന്തിൻ്റെ വോൾട്ടേജാണ്, R2ൻ്റെ അക്രോസിലുള്ള വോൾട്ടേജാണ്. സോ IR2. V3 നമ്മൾ എന്താക്കി, IR3. സോ എല്ലാത്തിലും I കോമൺ ആയതുകൊണ്ട് I നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഈ സൈഡിലെ I ക്യാൻസൽ ആയിപ്പം. സോ സീരീസിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് പറയുന്നത് നമുക്കിങ്ങനെ കാണാം. ഓക്കെ, സോ ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ നമ്മളിപ്പം ഒരു 2 ohm റെസിസ്റ്റർ പിന്നെ ഒരു 3 ohm റെസിസ്റ്റർ ഇങ്ങനെ സീരീസിൽ കണക്ട് ചെയ്താൽ ടോട്ടൽ റെസിസ്റ്റൻസ് പറയുന്നത് 3 + 2 ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും, 5 ohm കിട്ടും. പക്ഷേ പാരലലാണെങ്കിൽ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ohmഉം 3 ohmഉം പാരലലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ 1/R = 1/2 + 1/3 എന്നുള്ള ഫോർമാറ്റിലായിരിക്കും നമ്മൾ എഴുതാം. ഓക്കെ,
സോ സീരീസിലുള്ള റെസിസ്റ്ററിൻ്റെ ഡെറിവേഷൻ ഇങ്ങനെയാണ് വരിക. ഇനി പാരലലിലേക്ക് വരാം. പാരലൽ നമ്മൾ എന്താ പറഞ്ഞത്? പാരലൽ വോൾട്ടേജ് ആയിരിക്കും സെയിം, കറണ്ട് സെയിം ആയിരിക്കില്ല. സോ സെയിം ആയ ആളെ നമ്മൾ നെവർ മൈൻഡ് ആക്കിക്കോ. വോൾട്ടേജ് നമുക്ക് വേണ്ട, നമുക്ക് കറണ്ട് നോക്കാം. സോ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഇവിടെയുള്ള കറണ്ട് I1, ഇവിടെയുള്ള കറണ്ട് എത്രയായിരിക്കും? I2, ഇവിടെയുള്ള കറണ്ട് I3. പക്ഷേ എല്ലാവരുടെയും വോൾട്ടേജ് എന്തായിരിക്കും? V തന്നെയായിരിക്കും. ഓക്കെ, സോ I1, I2, I3. ഇനി V ഈക്വൽ ടു IR ആണ് നമ്മൾ ഓംസ് ലോയിൽ പഠിച്ചത്. സോ ഐന് അവിടെ വെച്ചാൽ R ഈ സൈഡിലേക്ക് വരും, V/R. സോ ഐനെ നമുക്ക് എന്താക്കി മാറ്റി എഴുതാം? V/R ഫോമിലേക്ക് മാറ്റി എഴുതാം. സോ ഈ ഐനെ ഞാൻ എന്താക്കി? V/R ആക്കി. I1നെ V/R1 ആക്കി. എന്താ V1 ഇടാത്തത്? കാരണം എല്ലാത്തിലും V സെയിം ആയിരിക്കും. അതുകൊണ്ട് V1, V2, V3 എന്ന് പ്രത്യേകം എഴുതണ്ട. V/R1 ആയി, ദിസ് ഇസ് V/R2, V/R3. R ഇതിലെല്ലാത്തിലും കോമൺ, V കോമണാണ്. V കോമൺ പുറത്തേക്ക് എടുത്താൽ ഈ സൈഡിലെയും ഈ സൈഡിലെയും V ക്യാൻസൽ ആവും. സോ 1/R ഇസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻ മാൻഡേറ്ററി ആണ്, ഡെഫിനറ്റ് ആയിട്ട് പഠിക്കേണ്ട സാധനമാണ്. അതുപോലെ ഇതെപ്പോഴും ഓർത്ത് വെക്കണം. സീരീസിൽ ചിലപ്പം ചില സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ലൈക്ക് ഇതിൽ ഫസ്റ്റ് റെസിസ്റ്ററിൽ 6 ആംപിയർ ആണെങ്കിൽ വാട്ട് വിൽ ബി ദ കറണ്ട് ഇൻ റെസിസ്റ്റർ 2? സെയിം 6 ആംപിയറാണ്, ബിക്കോസ് ദ കണക്ഷൻ ഇസ് ഇൻ സീരീസ്. സീരീസിൽ കറണ്ടിന് ഒരു ഡിഫറൻസും ഉണ്ടാവില്ല. എപ്പോഴും സെയിം കണക്ഷൻ ആണെങ്കിൽ, സീരീസ് ആണെങ്കിൽ ഇവിടെ 6 ആംപിയർ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയും 6ഉം ഇവിടെയും 6 ആയിരിക്കും. പക്ഷേ ഇവിടെ വോൾട്ടേജ് ആണ് സെയിം. ഇവിടെ 6 വോൾട്ട് ആണെങ്കിൽ ഇവിടെയും 6 ആയിരിക്കും, ഇവിടെയും 6 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മളതിനെ ഡെറൈവ് ചെയ്യുന്നത്. പിന്നെ ഇതിലുള്ളത് പവറാണ്. പവർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞു, റേറ്റ് ഓഫ് എന്ന് പറയുമ്പം നമ്മളെ ഇക്വേഷനിൽ എവിടെയെങ്കിലും ഒരു ഡിവൈഡഡ് ബൈ ടി ഉണ്ടാവും. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, അതായത് W/T. ഒന്നുകിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ റേറ്റ് ഓഫ് എനർജി ട്രാൻസ്ഫർ എന്ന് പറയാം, E/T. വർക്ക് ബൈ ടൈമും E/ടൈം, ഈ രണ്ട് ഇക്വേഷൻസ് എഴുതാം. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ? V ഈസ് ഈക്വൽ ടു W/Q. ഇത് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പഠിച്ച ഇക്വേഷനാണ്. അപ്പോൾ ക്യൂവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ VQ ഈസ് ഈക്വൽ ടു W കിട്ടും. ഈ ഡബ്ല്യൂനെ നമുക്ക് എന്ത് എഴുതാം? VQ എന്ന് എഴുതാം. സോ P ഈസ് ഈക്വൽ ടു VQ/T വരും. ഓക്കെ, ഇനി ഈ ഇക്വേഷൻസ് ബിൽഡ് ചെയ്തതെല്ലാം മെയിൻ ഇക്വേഷൻസ് ആണ്. പ്രോബ്ലംസ് വരുമ്പോൾ ഇതാണ് വരിക. അപ്പോൾ P ഈസ് ഈക്വൽ ടു VQ/T കിട്ടി. ഇനി നമ്മൾ പഠിച്ച ഇക്വേഷൻ കറണ്ട് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് അല്ലേ? അപ്പോൾ ഈ Q/Tനെ നമുക്ക് എന്താക്കാം? I ആക്കി എഴുതാം. സി, ഇവിടെ Q/T എന്നുള്ളതിനെ I ആക്കി എഴുതാം നമുക്ക്. ഇവിടെ Q ഈസ് ഈക്വൽ ടു I ഈക്വൽ ടു Q/T നമ്മൾ പഠിച്ചു. അപ്പോൾ T ഇങ്ങോട്ടേക്ക് പോയാൽ നമുക്ക് എന്തായി? Q ഈസ് ഈക്വൽ ടു IT ആയി. ഇനി ഈ ഇക്വേഷനിൽ VQ/Tയിൽ നിനക്ക് Q/Tനെ I ആക്കാം, അല്ലെങ്കിൽ Qനെ ഈ പറഞ്ഞ പോലെ IT ആക്കാം. VIT ഡിവൈഡഡ് ബൈ T. TT എന്താവും? ക്യാൻസൽ ആവും. സോ പവർ ഈസ് ഈക്വൽ ടു VI എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. പിന്നെ പവർ ഈസ് ഈക്വൽ ടു W/T എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. ശരിക്കും പവർ ഈക്വൽ ടു W/T അല്ലേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചത്? അതുപോലെ നമുക്ക് ഇവിടെ വേറൊരു ഇക്വേഷൻ കിട്ടി. ഇപ്പം VIT/Tയും കിട്ടി അല്ലേ? T സെയിം ആണ്. അപ്പം W എന്തിന് ഈക്വൽ ആയിരിക്കും? വിറ്റിന് ഈക്വൽ ആയിരിക്കും. സോ വർക്ക് ഡൺ കാണേണ്ട ഒരു ഇക്വേഷൻ വിറ്റ് ആണ്. അപ്പം പല ടൈപ്പിൽ ഇക്വേഷൻസ് വരും. അത് ഇക്വേഷൻസിൽ നമുക്ക് തരുന്ന പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലം ചെയ്യുക. ഇതിലെ ഓരോ ഇക്വേഷനും മാൻഡേറ്ററി ആയിട്ടും പഠിച്ചിരിക്കണം, ഡിറൈവ് ചെയ്ത് നോക്കുക. ഇനി P ഈസ് ഈക്വൽ ടു VI ആണ്. നമ്മൾ ഇപ്പം വോൾട്ടേജും കറണ്ടും തന്നിട്ടുണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും. അപ്പം P ഈക്വൽ ടു VI ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി അതിൽ ഓംസ് ലോ എന്ന് പറഞ്ഞാൽ V ഈസ് ഈക്വൽ ടു IR ആണ് അല്ലേ? അപ്പോൾ ഇവിടെയുള്ള Vക്ക് പകരം നമുക്ക് എന്തെഴുതാം? IR എഴുതാം. അപ്പോൾ ഇതെന്താവും? IR ഇൻറ്റു I. 2I വരുമ്പം അത് I²R വരും. സി, ഇങ്ങനെ വന്നു. ഇനി വോൾട്ടേജും കറണ്ടും P ഈസ് ഈക്വൽ ടു V²/R. ഈ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ഓംസ് ലോ നമ്മൾ ഇതാണ് കൊടുത്തത്. ഇനി ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? V ഈക്വൽ ടു IRനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് R ഇങ്ങോട്ട് വന്നാൽ V/R ആയി. നേരത്തെ നമ്മൾ Vക്ക് പകരം എന്ത് എഴുതി കൊടുത്തതാ? IR എഴുതിയതാണ്. ഇനി നമുക്ക് Iക്ക് പകരം എഴുതാം. ഈ ഐനെ മാറ്റിയിട്ട് നമുക്ക് എഴുതാം. ഐനെ എന്താക്കാം? V/R ഫോമിൽ എഴുതാം. അപ്പം ഓൾറെഡി ഇവിടെ ഒരു V ഉണ്ട്. ഐനെ ഞാൻ മാറ്റി V/R ഫോമിലാക്കി. അപ്പോൾ അതെന്താവും? V²/R ആവും. സോ P ഈസ് ഈക്വൽ ടു എന്തായി? V²/R. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് P ഈക്വൽ ടു VI ആണ്, ഒന്ന് P ഈക്വൽ ടു I²R ആണ്, ഒന്ന് P ഈസ് ഈക്വൽ ടു V²/R ആണ്. ഓക്കെ, ഈ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്ത് നോക്കണം. പിന്നെ ഉള്ളത്
ഞാനിതിവിടെ ഒന്നും കൂടി എടുത്ത് എഴുതിയതാണ്. പി പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഉണ്ട്, പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ, കറണ്ട് സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ വോൾട്ടേജ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ചില ക്വസ്റ്റനിൽ നിങ്ങൾക്ക് വോൾട്ടേജ് തരും, കറണ്ട് തരും, അതുപോലെ തന്നെ ടൈമും തരും. അപ്പം വിയും ഐയും ടൈമും ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഡൺ കിട്ടും. സോ ഇതൊക്കെ എഴുതി വെക്കുക, ഈ ഡെറിവേഷൻസ് ഒക്കെ എഴുതി നോക്കണം. ഇനി നമുക്ക് 4 ഗ്രാഫുകൾ പറയാനുണ്ട്. ഓമിക് കണ്ടക്ടേഴ്സ്, ഫിലിം, ഇതാണ് ഗ്രാഫ്. ഈ ഗ്രാഫ് പറയുന്നതിൻ്റെ മുമ്പ് ആദ്യം ഇത്രയും ഡെറിവേഷൻസ് ഒന്ന് എഴുതും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ 4 ഗ്രാഫ് പറയാം. അതിൻ്റെ ഒരു കോർ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്.